ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. തുടർച്ചയായ രണ്ടാം ദിവസവും ദർശനം നടത്തിയവരുടെ എണ്ണം 1,00,000 കടന്നു. പുതുവത്സര ദിവസമായതുകൊണ്ട് ഭക്തജന പ്രവാഹം ഇന്നും തുടരുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. രാഹുൽ സുരേഷ് ശബരിമലയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ രാഹുൽ സുരേഷ്. ശബരിമലയിൽ പുതുവത്സരം വന്നോ? ഗുഡ് മോർണിംഗ് എസ്കെൻ, ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരം ഇന്നലെ രാത്രി തന്നെ എല്ലായിടത്തും വരുന്ന പോലെ ഇവിടെയും വന്നു. കാര്യമായ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. ഭക്തിമാർഗത്തിലൂടെ തന്നെയാണ് ശബരിമല സന്നിധാനവും പുതുവർഷത്തെ വരവേറ്റത്. പോലീസിന്റെ നേതൃത്വത്തിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ടായിരുന്നു ഇവിടെ പുതുവത്സരത്തെ വരവേറ്റത്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എസ്കെൻ, ഇവിടെ കുറച്ച് തിരുവാതിര കളിക്കാനായി കുട്ടികൾ എത്തിയിട്ടുണ്ട്. കുഞ്ഞു മാളികപ്പുറങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇവർ സ്ഥിരമായി ഇവിടെ എത്തുന്നതെന്നാണ് പറഞ്ഞത്. ഇന്ന് പുതുവത്സരം ആയതുകൊണ്ട് പ്രത്യേകതയുണ്ട്. അവർ രാവിലെ തിരുവാതിര കളിക്കാൻ വേണ്ടി എത്തിയതാണ്. നമുക്ക് അവരുടെ ചില പ്രതികരണം. ഹലോ, എവിടുന്നാ വരുന്നേ? തിരുവാതിര കളിക്കാൻ വേണ്ടി വന്നാണോ? എപ്പോഴാ അവിടുന്ന് പുറപ്പെട്ടെ? രാവിലെ 6 മണിക്ക്. ഹാപ്പി ന്യൂ ഇയർ. തിരുവാതിര കളിക്കാൻ വന്നാണോ? എത്ര പേരുണ്ട് നിങ്ങള്? 11 പേരുണ്ടോ? ഏതൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്നവരാ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ജ്യോതിസിലാണ് പഠിക്കുന്നത്. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ തിരുവനന്തപുരം വെഞ്ഞാറമൂട്. ഇത് 2017 മുതൽ തിരുവാതിര ശബരിമല സന്നിധിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ 11 പേരുണ്ട് കുട്ടികളായിട്ട്. 11 പേര് 9 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. എസ്കെൻ, അവർ തുടർച്ചയായി വരുന്നതെന്നാണ് പറയുന്നത്. അവർ അല്പസമയത്തിനുള്ളിൽ ഇവിടെ തിരുവാതിര കളിക്കാൻ വേണ്ടി വന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ്കെൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നും ഭക്തജനങ്ങളുടെ തിരക്ക് ഉണ്ട്. 1,00,000-ന് മുകളിലാണ് ആയിരുന്നു ഇന്നലെയും തീർത്ഥാടകരുടെ എണ്ണം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാനനപാത വഴിയുള്ള സ്പെഷ്യൽ പാസ് ഇന്നലെ വരെ നൽകിയിരുന്നു. അത് ഇന്നു മുതൽ നൽകില്ല എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏതാണ്ട് 5,000 പേർക്കായിരുന്നു ഈ കാനനപാത വഴി വരുന്നവർക്ക് പാസ് നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ കാനനപാത വഴി വരുന്ന സ്പെഷ്യൽ പാസ് എടുക്കുന്ന ആളുകൾക്ക് ക്യൂ നിൽക്കാതെ തന്നെ 18ാം പടി കയറാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് 20,000-ന് മുകളിലാണ് കഴിഞ്ഞ ദിവസം ഈ പാസ് എടുത്തുകൊണ്ട് ആളുകൾ എത്തിയത്. അപ്പോൾ ഈ പമ്പ വഴി എത്തുന്ന ആളുകൾ കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നു, ഇവർക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടി വരുന്നു എന്ന ഒരു ആശങ്ക നിലവിൽ വന്നുകൊണ്ട് തന്നെ ആ പാസ് നിലവിൽ നിർത്തലാക്കിയിട്ടുണ്ട്. താൽക്കാലികമായി നിർത്തലാക്കി.